take you home with me. ഹായ്, ഞാൻ സാമി. ഇന്ന് നമ്മളുള്ളത് ഇൻലെറ്റ് റേസിങ്ങിലാണ്, തൃശ്ശൂർ മാടക്കത്തറയുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം 3 യമഹ എൻ്റെ പിന്നിൽ നിൽക്കുന്നുണ്ട് സൈഡിലേക്ക് ആയിട്ട്. അപ്പോൾ ലാസ്റ്റ് വീക്ക് വീഡിയോ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ വണ്ടികൾ വരാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇത്രയും നാൾ വെയിറ്റ് ചെയ്തത്. അപ്പോൾ എനിക്ക് തന്നെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ വണ്ടി ഭയങ്കര ഒരു എന്താ പറയുക, കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു വിഷ്വൽ ആയിട്ട് ഭയങ്കര ഭംഗി തോന്നുന്ന ഒരു വണ്ടികളാണ്. നമുക്ക് അതിൽ നോക്കിയിരുന്നു, കാരണം ഈ വണ്ടികളൊക്കെ ഒരു യൂണീക്ക്നെസ് ആൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ആളെൻ്റെ അടുത്ത് ഇത് ചെയ്യാമെന്ന് പറഞ്ഞപ്പോഴും ഞാൻ ഇത്രത്തോളം വണ്ടിയിൽ ആൾ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് എൻ്റെ മൈൻഡിലുണ്ടായില്ല, നമ്മളത്ര കണ്ടിട്ടുണ്ടായില്ല. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് ആൾ ഈ 3 വണ്ടിയിലും ചെയ്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതൊക്കെ വീഡിയോ എടുത്ത് നോക്കി, അല്ലെങ്കിൽ വണ്ടി നോക്കി കഴിഞ്ഞപ്പോഴാണ് ഓരോ വണ്ടികളിലും ആൾ സെയിം അല്ല, കുറേ യുണീക്നെസ് മാറ്റങ്ങളുണ്ട്. അപ്പോൾ കസ്റ്റമേഴ്സിനനുസരിച്ചും അല്ലെങ്കിൽ ആൾ തന്നെ അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട് കുറേ കാര്യങ്ങൾ. അപ്പോൾ ഞാനിത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ഇത്ര നാൾ വെയിറ്റ് ചെയ്തതും. കാരണം 2 സ്ട്രോക്ക് ഫാൻസിന് ശരിക്കും ഇതൊരു ട്രീറ്റ് തന്നെയാണ്. കാരണം കുറേ കാര്യങ്ങൾ നമ്മൾ എന്താ പറയുക, നമ്മളൊരു എറണാകുളത്ത് മാത്രം ചെയ്യുള്ളൂ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് മാത്രം ചെയ്യുള്ളൂ എന്ന് പറഞ്ഞൊരു സംഭവങ്ങൾ ആളൊരു ചാലഞ്ചാക്കി എടുത്തിട്ട് ഇവിടെ ചെയ്ത കുറേ കാര്യങ്ങളും, പിന്നെ എന്താ പറയുക, വണ്ടി ഡബിൾ ഡിസ്ക് ചെയ്തും അങ്ങനെ പല കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ആൾ വണ്ടികളിൽ. അപ്പോൾ നമുക്ക് ഓരോ വണ്ടികളിലും വിശേഷങ്ങൾ ചോദിച്ചു നോക്കാം. ഇപ്പോൾ ഇതിൻ്റെ വണ്ടി ബിൽഡ് ചെയ്യാനുള്ള ഒരു കോസ്റ്റും കാര്യങ്ങളും ആളെ എനിക്ക് പരിചയമുണ്ട്. ഓൾറെഡി റൈസ് ഫീൽഡിൽ വന്നിട്ടുള്ള പരിചയമാണ്, ട്രാക്കിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ വെൽക്കം. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഫീൽഡിലേക്ക് വരണത്? എങ്ങനെയാണ് ഇപ്പോൾ ഈ വർക്ക്ഷോപ്പ് ഫീൽഡിലേക്ക്? മുന്നേ സൈക്കിൾ റേസാണ് ഇഷ്ടം. അപ്പം അതിനോട് ആയിട്ട് ബൈക്കും ഓട്ടോമാറ്റിക് ഇഷ്ടമാണല്ലോ. അപ്പോൾ ബൈക്ക് പിന്നെ വണ്ടി അത് ആ ഒരു പ്രാന്തുണ്ട്. അങ്ങനെ ഞാൻ പ്രതിഭേണ്ട അവിടെയായിരുന്നു, ഗലോപ്പ് അവിടെയായിരുന്നു. അവിടെ കുറച്ചാളല്ല, ഒരു അത്യാവശ്യം കുറച്ചാൾ ആളെ കൂടി നേരം കൂടുതൽ നിന്നില്ല. പിന്നെ സ്വന്തമായിട്ട് വർക്ക്ഷോപ്പ് തുടങ്ങി. ഇപ്പോൾ 8 കൊല്ലത്തോളായി വർക്ക്ഷോപ്പ് ഇങ്ങനെ റണ്ണിൽ പോണു, കുഴപ്പങ്ങളൊന്നുമില്ല. ഫസ്റ്റ് തുടങ്ങിയത് കുറുക്കഞ്ചേരില്ല. അപ്പോൾ അവിടെ റൂം ഉണ്ടായിരുന്നു, കുറുക്കഞ്ചേരി ഹോസ്പിറ്റലിന്റെ ബാക്കിലാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. അവിടെ ഒരു 5 കൊല്ലം ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഇടയിൽ ഞാൻ കുറച്ചാൾ എനിക്കിത് മടുത്തപ്പോൾ ഒന്ന് മാറിപ്പോയി, ഫീൽഡ് മാറിപ്പോയി. പിന്നെ വീണ്ടും ഇപ്പോൾ ഞാൻ തിരിച്ചു വന്നു. ഇപ്പോൾ ഇവിടെ മാടക്കത്തറ നമ്മുടെ വീടിൻ്റെ അടുത്ത് പരിസരത്ത് തന്നെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഈ ഇൻലെറ്റ് എന്ന് പേരിടാൻ കാരണം എന്താ? അപ്പോൾ ഇൻലെറ്റിൽ അർത്ഥമൊക്കെ നോക്കിയപ്പോൾ അതിലുള്ളത് ഉൾക്കവാടം അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ നോക്കുക, അർത്ഥം നോക്കിയപ്പോൾ പിന്നെ അങ്ങനെ ഒരു പേരുണ്ട്, കോപ്പ് തോന്നി, അങ്ങനെ ഇട്ട പേരാണ്. അത്രേ ഉള്ളൂ. നമുക്ക് ഇപ്പൊ പെട്ടെന്ന് വേറെ പോയിട്ട് ഏതെങ്കിലും ഏത് വർക്ക്ഷോപ്പായാലും അല്ലെങ്കിൽ എവിടെയായാലും ആ പേര് എന്തായാലും യൂസ് ചെയ്യാണ്ടിരിക്കില്ലല്ലോ. ജസ്റ്റ് ഒരു തമാശ ആയാലും അതിങ്ങനെ പറഞ്ഞിട്ടില്ല, അങ്ങനെ ഒരു ഇതുണ്ട്. അങ്ങനെയാണ് ആ പേര് ഇട്ടത്. നമുക്ക് ഡീറ്റെയിൽ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഈ വണ്ടിയുടെ വിശേഷത്തേക്ക് തന്നെ പോവാം. ഇതൊരു കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് പെട്ടെന്നൊരു വിഷ്വലി 2 ഡിസ്ക് ചെയ്തിട്ടുണ്ട്. 5 സ്പീഡ് വണ്ടിയാണ്, 16 ഇഞ്ച് വീല് അല്ലെങ്കിൽ ബാർ ഹാൻഡിൽ ഇത്ര കാണാൻ പറ്റുള്ളൂ. നമുക്കതല്ലാണ്ട് ഇത് കുറേ കാര്യങ്ങൾ ആൾ ചെയ്തിട്ടുണ്ട്, ആളുടെ ഡീറ്റെയിലിങ്. അപ്പോൾ നമുക്ക് പെയിൻറ്റിൽ വേറെ ഡീറ്റെയിലിംഗ് ഉണ്ട്, അത് നമുക്ക് ക്യാമറയിൽ എന്തോരം ഇതാവും എന്നുള്ളത് നമുക്കറിയില്ല. ഞാൻ മാക്സിമം എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കംപ്ലീറ്റ് ഒരു ഡീറ്റെയിൽ ചോദിക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ഒന്ന് പറയുമോ? പെയിൻ്റ് ആണോ? അല്ല, കംപ്ലീറ്റ്ലി ഈ വണ്ടി ബിൽഡ് ചെയ്തതിൻ്റെ ഒരു ഡീറ്റെയിൽ. വണ്ടി നോർമൽ 5 സ്പീഡ് ആയിരുന്നു. ഡിസ്ക് മുന്നേ വേറെ നോർമൽ ഡിസ്ക് ആയിരുന്നു. അപ്പോൾ അതിലൊരു വെറൈറ്റി ആക്കണമെന്ന് ഫ്രണ്ട് നമ്മൾ മോജോന്റെ ഡിസ്കിലാണ് ചെയ്തത്. ബാക്ക് അപ്പാച്ചി, ബാക്ക് സാധാരണ ഡ്രമ്മായിരുന്നു, അത് ഡിസ്ക് ആക്കിയതാണ്. പിന്നെ ഹബ്ബ് സൂട്ടാക്കി ചെയ്തത് നോർമൽ പൾസർ ഹബ്ബാണ്, അതുണ്ടാക്കി. പിന്നെ അതുപോലെ തന്നെ ഹബ്ബിൽ തന്നെ ചെറുതായിട്ട് വെൽഡ് ചെയ്ത് ഓൾട്ടറേഷൻ ഇതാണ്, അതിൽ ഇതേ കൊടുത്ത് കട്ട് ചെയ്തിട്ടൊക്കെയാണ്. ഡയറക്റ്റ് കയറണ ഹബ്ബ് ഇല്ല, ഒന്നുമില്ല, നമ്മളത് ഉണ്ടാക്കന്നെ വേണം. അപ്പോൾ ലെയ്ത്തിൽ കൊടുത്ത് നമ്മളത് ആ ഒരു ക്യാച്ച് പ്ലേറ്റ് ഉണ്ടാക്കുക ചെയ്യണം. ക്യാച്ച് പ്ലേറ്റ് എന്തെങ്കിലും ഉണ്ടാക്കണം, എന്നിട്ടാണ് നമുക്ക് മോജ ചെയ്യാൻ പറ്റുള്ളൂ. ഡയറക്റ്റ് ഒന്നും ഷൂട്ടാക്കാൻ പറ്റില്ല. പിന്നെ ഫ്രണ്ട് സ്റ്റമ്മ് ഒന്ന് ഓൾട്ടർ ചെയ്തിട്ടുണ്ട്. സ്റ്റമ്മ് നോർമൽ സ്റ്റമ്മ് കുറച്ച് വണ്ണം കുറവ് വരാം. അപ്പോൾ കസ്റ്റമർക്ക് അത് മാറ്റം വരുത്തുന്ന പറയുമ്പോൾ ഡിസ്ക് ഇത്രയും വലിപ്പമുള്ള കാരണം കസ്റ്റമർക്ക് ഒന്ന് മാറ്റം പറഞ്ഞപ്പോൾ അത് യമഹയുടെ തന്നെ SLR ഒരു ബൈക്ക് ഉണ്ട്, FC ടൈപ്പ് എഞ്ചിൻ്റെ ഒരു ബൈക്ക് ഉണ്ട്, ആ വണ്ടിയുടെ ഫ്രണ്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് കയറ്റുമ്പോൾ പ്രശ്നം വെച്ചാൽ ഒടി യമഹയുടെ അത്ര ഷാർപ്പ് ഒടി ഇല്ല. അത് അതിനനുസരിച്ച് നമ്മൾ ചേസിമേ T4 ഒന്ന് ഓൾട്ടർ ചെയ്തിട്ടുണ്ട്. എന്നുവെച്ചാൽ യമഹ ഓടിക്കുന്ന പോലെ ഈ വണ്ടി ഓടിക്കാൻ പറ്റില്ല, ഒരു ഒടി കുറവാണ്. യമഹയുടെ അത്ര ഷാർപ്പ് ഒടി ഇല്ല, ഒരു പൊടി കുറവാണ്. പിന്നെ ഈ ക്ലച്ച് ഹൈഡ്രോളിക് ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ബ്രംബോന്റെ കിറ്റും 2 ഒറിജിനൽ കിറ്റ്. ഇത് ഇടയ്ക്ക് വന്ന് മാറിയിടയിൽ വന്ന് പോകാറുണ്ട്, റൈറ്റ്സ് ഇടയ്ക്ക് വന്ന് ഫിറ്റ് ചെയ്ത് പോകാറുണ്ട്. പക്ഷെ ക്ലച്ച് ബുള്ളറ്റിനും അല്ലെങ്കിൽ ബാക്കിയുള്ള വണ്ടിക്കൊക്കെ ചെയ്യാറുണ്ട്. ട്രൂ സ്റ്റോക്കിന് അങ്ങനെ ആരും പറയാറില്ല. പിന്നെ എക്സ്പെൻസീവ് ആണല്ലോ, കുറച്ച് ഇതിപ്പോൾ രണ്ടും കൂടി നമുക്ക് ഏകദേശം
9 ചില്ലനം വന്നിട്ടുണ്ട്. കിറ്റടക്കം ഫിറ്റിംഗ് അതില് ട്യൂബ് ഇല്ലാണ്ട് തന്നെ 9 ചില്ലനം വന്നിട്ടുണ്ട് ഓർമ്മ. പിന്നെ ഈ ക്യാനടക്കാണ് മുമ്പേ ബാക്കിലത്തെ ക്യാൻ ഓയിലിന്റെ ക്യാൻ ഉണ്ട്. ചോദിച്ചപ്പോ പലരും പല അഭിപ്രായം പറഞ്ഞു. കുറെ പേര് പറഞ്ഞു മോശം അഭിപ്രായം പറഞ്ഞു, അതായത് ശരിയാവില്ല അങ്ങനെയാണ് അങ്ങനെ. പക്ഷെ കുറെ പേര് പറഞ്ഞു അത് ശരിയാവും, അതൊന്ന് കുത്തിപ്പിടിച്ചിരിക്കണം, സമയം എടുത്തിട്ട് ശരിയാവുള്ളൂ, പെട്ടെന്ന് കേബിൾ മാറുന്ന പോലെ ശരിയാവില്ല പറഞ്ഞു. സമയം ക്ലച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കാരണം എമയ്ക്ക് ഓൾറെഡി മില്ലിംഗ് ക്ലച്ചാണ്, പ്ലസ് ഇതിന്റെ കൂടെ അഡ്ജസ്റ്റ്മെന്റും അതിന്റെ ആ പമ്പിന്റെ ഏരിയ വർക്കിംഗ് നോക്കണം. അപ്പൊ അതിൽ കുറച്ച് സമയം എടുത്തിട്ടുണ്ട് വർക്കിംഗ് ആവാൻ. ഇതാകുമ്പോൾ നമുക്ക് ലോങ് പോകുമ്പോൾ പ്രശ്നമില്ല, പൊട്ടല് ക്ലച്ച് പൊട്ടൽ അങ്ങനെ പ്രശ്നമില്ല. ഫ്ലൂയിഡ് മെയിൻറ്റെയിൻ ചെയ്യണം. അതിപ്പോ നമുക്ക് എന്തെങ്കിലും ഈ വണ്ടിക്ക് ഫ്ലൂയിഡ് മെയിൻറ്റെയിൻ ചെയ്യാം, ബാക്കും ഫ്രണ്ടും ഒക്കെ ഡിസ്ക് ആയ കാരണം ഫ്ലൂയിഡ് എന്തെങ്കിലും ഉണ്ടാകണം. അത് കറക്റ്റ് കാണണം, നമുക്കത് ലെവൽ കാണാം. ആ ലെവലിന് താഴത്തേക്ക് വന്നാൽ ഓൾറെഡി ക്ലച്ച് പോകും. അത് അപ്പൊ ആ ലെവലിന് താഴെ വന്നാൽ ക്ലച്ച് പോകും. ആ ലെവലില് ക്ലച്ച് ഓയിൽ ഉണ്ടായിരിക്കണം. കാരണം ഞാൻ 2 ദിവസം ഇവിടെ പമ്പ് ചെയ്തപ്പോ ക്ലച്ച് കുറഞ്ഞപ്പോ ക്ലച്ച് വല്ലാണ്ട് ഡെഡായി പോയി. അപ്പൊ ഓയിൽ അഴിച്ചതിന് ശേഷം പമ്പ് ചെയ്തതിനു ശേഷമാണ് കറക്റ്റ് ആയത്. അപ്പൊ ഓയിൽ ലെവൽ കുറയാനുസരിച്ച് സിസ്റ്റം പോലെ അത് മെയിൻറ്റെയിൻ ചെയ്യണം. അതിന് പിന്നെ ഇങ്ങനത്തെ ഒരു സാധനം ആയാലും പൊതുവെ ആൾക്കാർ എല്ലാവരും വന്ന് ആരെ വണ്ടി ഇല്ലാതെ ഫസ്റ്റ് ടൈം വന്ന് അത് എന്തിട്ടാ തുറന്നു നോക്കലാണ് മെയിൻ പ്രശ്നമാണ്. അതിലല്ല ഇപ്പൊ നമ്മളെ വണ്ടി വർക്ക്ഷോപ്പിൽ കൊണ്ടുവച്ചപ്പോ കാരണം എല്ലാവർക്കും ഇതിപ്പോ പെട്ടെന്ന് കാണല്ലേ, പിന്നെ പൊന്തിക്കല്ലേ, അപ്പോ മിററില്ലല്ലോ. അപ്പൊ ഈ സാധനം എല്ലാരും വന്നിട്ട് ഇത് വർക്കിംഗ് ആണോ അങ്ങനെയാണോ അങ്ങനെ ചോദിച്ചു നിൽക്കുക. മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ മിററിന്റെ കാര്യം അതായത് ശരിക്കും ബ്രഹ്മോന്റെ ഈ കിറ്റില് മിറർ വെക്കാൻ പറ്റില്ല. അതൊരു സാധാ ഇങ്ങനെ വെക്കുമ്പോ ഓട്ടോമാറ്റിക് ഒന്നല്ലെങ്കിൽ സൈഡിലേക്ക് മിറർ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഓൾട്ട് ചെയ്തിട്ട് മിറർ വെക്കാറ്. ഇതിപ്പോ നമ്മൾ ഈ സാധനം വെച്ച് കഴിഞ്ഞാൽ യമഹയുടെ തന്നെ ഫെഷനോമിൽ ബൈക്ക് ഉണ്ട്, സ്കൂട്ടർ. ആ സ്കൂട്ടറിന്റെ കവറിങ് ആയ കാരണം അതിന്റെ ഉള്ളിൽ തന്നെ സിസ്റ്റം ആണ്. അത് നമുക്കിത് വെച്ച് കഴിഞ്ഞാൽ ഇത് സൂട്ടാക്കാൻ പറ്റും. റൈറ്റ് സൈഡിൽ ആദ്യം ഹിമാലയ്ക്ക് മാത്രം ഉണ്ടായിരുന്നു. ഹിമാലയ്ക്ക് ഒരു മോഡലിന് ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മളിത് ചെയ്തപ്പോൾ കസ്റ്റമർ പറഞ്ഞു മിറർ വേണമെന്ന് പറഞ്ഞു. നിർബന്ധം ഞാൻ വിചാരിച്ച ആദ്യം സൈഡിൽ വയ്ക്കാൻ വരച്ചത്. സൈഡിൽ വയ്ക്കുന്നത് ഒരു ഭംഗിയല്ലല്ലോ. അപ്പോൾ തപ്പി പിടിച്ചടന്നപ്പോൾ ഇങ്ങനെ ഒരു സാധനം ഉണ്ട്. അപ്പൊ ചെയ്യണവർക്ക് ആർക്കെങ്കിലും ഇപ്പോൾ മനസ്സിലാൻ വേണ്ടി പറഞ്ഞു. അതായത് യമഹയുടെ തന്നെ ഫെസിനോന്റെ ഉള്ളിൽ ഈ സാധനം ഉണ്ട്, കറക്റ്റാണ്, നമുക്ക് മിററിലേക്കൊക്കെ സൂട്ടബിൾ ആണ്. പിന്നെ അതിൽ ഹെഡ്ലൈറ്റ് എക്സ്പൾസ് ആക്കിയിട്ടുണ്ട്. അത് ഹെഡ്ലൈറ്റ് ആക്കുമ്പോൾ തന്നെ അതിൻ്റെ റെഗുലേറ്ററൊക്കെ നമ്മൾ കൺവേർട്ട് ചെയ്ത് പൾസർ ടൈപ്പ് റെഗുലേറ്ററിലാണ് ഒക്കെ ചെയ്തിട്ടില്ല. പിന്നെ ബാറ്ററി 2.5 മാറ്റിയിട്ട് 4 ആക്കിയിട്ടുണ്ട്, വോൾട്ടൊക്കെ മാച്ച് ആവാം. കറണ്ട് വരണം. അത് മാത്രമല്ല അത്രയും കറണ്ട് വലിക്കും. അപ്പൊ നമ്മൾ 2.5 സപ്പോർട്ട് ചെയ്യില്ല. ബാക്കി ഫോഗ് ലാമ്പ് ഉണ്ട്, ഹസാർഡ് ഉണ്ട്, ഹോൺ ഡബിൾ ഹോൺ ആണ്. അപ്പൊ ബാറ്ററി ഉണ്ട്. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് അപ്പൊ ചാവി ഓൺ ചെയ്താൽ തന്നെ കറക്റ്റ് അത് വർക്ക് ചെയ്യണ പോലെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ പെയിന്റിങ് ഇപ്പൊ കാണും ബ്ലാക്ക് ആണ്. ശരിക്കും അത് വെയിലത്തേക്കോ അല്ലെങ്കിൽ ഒരു ഫ്ലാഷ് വന്നാലാണ് അതിന്റെ ഭംഗി പുറത്തേക്ക് വരുള്ളൂ. കണ്ടിരുന്നു. കാരണം അതൊരു ഭയങ്കര ഒരു എഫക്റ്റ് ആണ്. ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോഴും ഞാൻ വിശ്വസിച്ചില്ല. നേരെ ഒരു വെയിലത്തേക്ക് വന്നു കഴിഞ്ഞപ്പോ നമ്മുടെ ഒരു ബോധം പോകുന്ന ഒരു സംഭവം തന്നെയാണ്. പെയിന്റിങ് ഭയങ്കര ഭംഗിയുണ്ട്. ഈ പെയിന്റിങ്ങിന് എത്ര വന്നു ഈ ഇങ്ങനെ ഒരു പെയിന്റിങ് ചെയ്യാനായിട്ട്? പെയിന്റിങ് ചെയ്യാൻ 13,000 വന്നിട്ടുണ്ട് ചെയ്യാൻ. അതായത് ഇപ്പൊ നമ്മളിപ്പോ വണ്ടി പണിക്കെടുക്കാൻ ഓൾമോസ്റ്റ് ഈ ഒരു എടുക്കാം. ഈ വണ്ടി അത്ര മോശമായിരുന്നില്ല. ഈ വണ്ടി കുറച്ച് ബെറ്റർ കണ്ടീഷൻ ആയിരുന്നു. ആൾക്ക് കസ്റ്റമർ പറഞ്ഞിട്ടാണ് ഇതൊക്കെ നമ്മൾ അഡീഷണൽ ആഡ് ചെയ്തത്. അപ്പോൾ കസ്റ്റമർ ബ്ലാക്ക് തന്നെ ആയിരുന്നു. ബ്ലാക്കിൽ തന്നെ എന്തെങ്കിലും വെറൈറ്റി കസ്റ്റമർ പറഞ്ഞിരുന്നു. അപ്പോൾ ആ നിലയ്ക്കാണ് ഇത് ചെയ്തത്. അപ്പോൾ ഇത് ഇനിയിപ്പോൾ പെയിന്റിങ് റേറ്റ് വന്നിട്ടുണ്ട്. ഡീറ്റെയിലിംഗ് ആയിട്ട് നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സീറ്റ് എങ്ങനെ ചെയ്തിട്ടുള്ളത്? എന്താ ഇതിന്റെ പാഡ് ഫോം കവറൊക്കെ പുതിയതാ, ഫ്രഷ് ആണ്. പിന്നെ കവർ രണ്ടാമത് അടിച്ചിട്ടുള്ളൂ. ഇത് ലാസ്റ്റ് മോഡൽ 135 സീറ്റാണ്. ഈ ഒരു കുഴി വരുന്ന മോഡൽ ലാസ്റ്റ് മോഡൽ വണ്ടിയാണ്. മറ്റേ 100 ടൈപ്പ് എന്നൊക്കെ പറയുമ്പോൾ 130 പറയുമ്പോൾ പക്ക പ്ലെയിനാ വരാം. ഒരു പൊടി താന്നിട്ട് വരുന്നത് ലാസ്റ്റ് മോഡൽ വണ്ടിയുടെ. അപ്പൊ ആ സീറ്റ് തന്നെയാണ്. അത് കസ്റ്റമർ പറഞ്ഞിട്ട് അങ്ങനെ വേണമെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ചെയ്തിട്ടില്ല. പിന്നെ കുറച്ചുകൂടി ഭംഗിയാവണമെങ്കിൽ 100ന്റെ ഫോം ഓൾട്ടർ ചെയ്ത് കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവാറുണ്ട്. ഇതിപ്പോ റെഡി ഫിറ്റ് വരുന്നുണ്ട്. അതായത് 130ന്റെ ഫോം വരുന്നുണ്ട്. അത് തന്നെ ചെയ്തിട്ടില്ല. 100ന്റെ ഫോം ചില ആൾക്കാർ കട്ട് ചെയ്തിട്ട് ആ ഷേപ്പ് ആക്കിയിട്ട് ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ ഇതിൽ എങ്ങനെയാ ബാക്കിയുള്ള ഡീറ്റെയിലിംഗ് ഒക്കെ? ഇപ്പൊ ഇങ്ങനെ നട്ട് ബോൾട്ട് കാര്യങ്ങളൊക്കെ പുതിയതാണ്. എന്താണ് ബുഷ് റബ്ബർ കാര്യങ്ങളൊക്കെ? റബ്ബർ കിറ്റ് എല്ലാ റബ്ബർ കിറ്റും പുതിയതാണ്. അത് മേടിക്കാൻ കിട്ടാണ്ട് ഇപ്പോൾ. അതായത് RXന്റെ റീസ്റ്റോറേഷൻ വർക്കിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു ദീക്ഷ ഒരു കമ്പനി ഉണ്ട്. ഈ യമയുടെ ജെനുവിൻ പാക്കറ്റ് പോലെ ഒരു പാക്കറ്റ് തന്നെയാണ്. അതിലെല്ലാ ബുഷും ഉണ്ട്. അതായത് യമ പണിന്റെ എല്ലാ ബുഷും അതിലുണ്ട്. ഇപ്പൊ നോർമൽ വണ്ടി പണിന്റെ എല്ലാ ബുഷും അതിലുണ്ട്. പക്ഷെ നമ്മൾ ഈ എക്സ്ട്രാ ഉള്ള കാരണം ചില ബുഷുകൾ നമുക്ക് ആവശ്യം വരില്ല. പക്ഷെ നോർമൽ വണ്ടിക്കാണെങ്കിൽ അത് അടിപൊളിയാണ്. അത് മേടിച്ചാൽ വെച്ചാൽ വേറൊരു കുഞ്ഞ് ബുഷിന് വേണ്ടി പുറത്തേക്ക് പോകണം. എല്ലാ ബാറ്ററി ബെൽറ്റ് തൊട്ട് എല്ലാ വയർ മറ്റേ ഹാൻഡിലും തന്നെ ടാഗ് വരെ അതുണ്ട്. ഫുള്ള് അതിലുണ്ട്.
അതിന് എത്ര 700 രൂപ വരുന്നുള്ളൂ. പിന്നെ നെറ്റ് ബോൾട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അയക്കുമ്പോൾ നെറ്റ് ബോൾട്ട് ഡാമേജ് ഉണ്ടാവും ചിലപ്പോൾ, ത്രെഡ് പോവുക, സ്ലിപ്പ് ആവുക അങ്ങനെ. അപ്പോൾ അത് നമ്മൾ വേറെ ഷോപ്പിൽ നിന്ന് മേടിച്ചിട്ട് സിങ്ക് ചെയ്യും. നമ്മളെല്ലാ നെറ്റ് ബോൾട്ടും നിക്ലിംഗ് ഒക്കെ ചെയ്യുമല്ലോ, ആ ചെയ്യണ കൂട്ടത്തിലിട്ടിട്ട് ഒരേ കളറാക്കി എടുത്തിട്ട് റീസെറ്റ് ചെയ്യുക ചെയ്യാറ്. അപ്പൊ പിന്നെ അത് ഫിറ്റ് ചെയ്യുമ്പോൾ കംപ്ലൈന്റ് ഉണ്ടാവില്ലോ. അല്ലെങ്കിൽ നമ്മൾ എല്ലാം കഴിഞ്ഞ് മേടിക്കുമ്പോഴേ ആ കളർ മാറി പോവാ. ചിലപ്പോൾ നമ്മൾ മേടിക്കുമ്പോൾ മഞ്ഞയാവും, അല്ലെങ്കിൽ വെള്ളയാവും, അങ്ങനെ കളർ ബ്ലാക്ക് ആവും. അപ്പൊ അത് ഒരേ കളർ ആവാൻ വേണ്ടിട്ട് അതൊരു ഭംഗിയാണ്ട് തോന്നിയിട്ട് എപ്പോഴും നമ്മൾ കുറെ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഇങ്ങനെ മാറ്റങ്ങൾ വരുത്തുക. പിന്നെ എല്ലാ പാർട്സും ക്ലിയർ ഉണ്ട് രണ്ടാമത് മേടിച്ചാലും. കാരണം ഈ വണ്ടികളൊക്കെ വന്നുള്ളത് ചാവക്കാട്, ഗുരുവായൂർ ആ സൈഡിൽ നിന്ന് വണ്ടികളാണ്. അപ്പോൾ നമ്മൾ നോർമലി ഇപ്പോൾ പ്ലേറ്റ് ചെയ്യാണ്ട് വിട്ട് കഴിഞ്ഞാൽ അവിടുത്തെ ഒരു കാറ്റിന് പ്രത്യേകത ഉണ്ടല്ലോ. അപ്പൊ ഈ കാറ്റടിച്ചിട്ട് ഓട്ടോമാറ്റിക് തുരുമ്പോ ഒരു ഉപ്പ് കാറ്റില കാരണം അപ്പോ നിക്ലിയർ ഉണ്ട്, എല്ലാ പാർട്സും നിക്ലിയർ ഉണ്ട്. പിന്നെ ചേമ്പർ ഇപ്പൊ പുതിയ ഉണ്ടാക്കിയതാണ്, നമ്മളിപ്പോ ചെയ്താണ്. കിങ്ങിന്റെ ഒറിജിനൽ സിലിണ്ടറാ. അത് കസ്റ്റമർ ദുബായിൽ നിന്ന് കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ കസ്റ്റമർ പ്രകാരം തന്നെ ഇതിനു വേണ്ടി മുന്നേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആൾക്കാരുടെ ചെറിയൊരു ചേഞ്ച് വരുന്ന പറഞ്ഞിട്ട് പുതിയ ഇപ്പൊ പോർട്ട് ചെയ്തിട്ടില്ല. കാരണം ഓൾറെഡി അടിപൊളി എഫക്റ്റ് ആണ്, പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്ക് കറണ്ട് ചെയ്തിട്ടുണ്ട്. കറണ്ട് ഒന്ന് ഇഗ്നേഷനും CDയും കുറച്ചൊരു RP ഉള്ള CDI വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇഗ്നേഷൻ കോയിലും ചേഞ്ച് അല്ല, അതൊരു ഉണ്ടാക്കുന്ന സ്ഥലമുണ്ട്, ഉണ്ടാക്കി എടുത്തിട്ടില്ല, ഉണ്ടാക്കി അതിനുവേണ്ടി ഉണ്ടാക്കുന്ന സ്ഥലമുണ്ട്. അപ്പൊ അവിടെ കൊടുത്ത് അതിന് വേണ്ട രീതിയിലും ഉണ്ടാക്കി എടുത്തിട്ടുള്ളതാണ്. അപ്പൊ ഈ വണ്ടിക്ക് രീതി പല വണ്ടി ചെയ്യുമ്പോഴും പല RP പറയാറ്. അപ്പൊ അതിനനുസരിച്ച് ഉണ്ടാക്കി ചെയ്യാറുണ്ട്. പറയാറുണ്ട്. അപ്പൊ അതിനനുസരിച്ച് നമ്മളിത് കറണ്ടിങ് ചെയ്യാറുണ്ട്. അപ്പൊ നമുക്ക് ഈ ചിലവർക്ക് ഡൗട്ട് ഉണ്ട്, എല്ലാവരും പെട്ടെന്ന് പോയി ചെയ്യുന്ന ഒരു സംഭവം പോർട്ടിംഗ് ആണ്. ചെയ്യാണ്ട് കറണ്ട് മാത്രം ചെയ്താലും ആ ഒരു പെർഫോമൻസ് കിട്ടും. വലിയ മൈലേജ് വ്യത്യാസമില്ല, പറ്റും, ചെയ്യാൻ പറ്റും. നോർമലി എല്ലാം പക്കയാണെങ്കിൽ പെർഫോമൻസ് ആണ്. അഡീഷണൽ വേണമെങ്കിൽ തൽക്കാലം വേണമെങ്കിൽ CDI ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് അങ്ങനെ അപ്ഡേറ്റ് ചെയ്യാൻ ബെറ്റർ ആയിരിക്കും. ഒറ്റയടിക്ക് എല്ലാം കൂടി ചെയ്യാൻ നല്ലത് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ നന്നായിരിക്കും. അപ്പൊ ഇതിപ്പോ ടോട്ടലി നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു, ഡീറ്റെയിൽ ആയിട്ട് സംഭവങ്ങൾ ചെയ്തു എല്ലാം. ഇത് എന്ത് കോസ്റ്റ് വന്നിട്ടുണ്ടോ ഏകദേശം? ബില്ല് നോക്കണം, അത് ഒരു അപ്രോക്സിമേറ്റ് നമുക്കൊരു ഐഡിയ അതിന്റെ ഉണ്ടോ? ഇതിപ്പോ ഏകദേശം എൻ്റെ ഓർമ്മയാണെങ്കിൽ ഒരു 80 രൂപ അടുത്തായിട്ടുണ്ട്. അതിപ്പോ ഓൾറെഡി വണ്ടി കുറച്ച് കണ്ടീഷൻ ഉള്ളതുകൊണ്ട് അത് പെയിന്റിങ്, പ്ലേറ്റിങ്, പിന്നെ ഈ ഡിസ്ക് ഒക്കെ വന്നിട്ടുള്ളൂ. ലെയ്ത്തിൽ കുറെ പണി വന്നിട്ടുണ്ട്. അതാണ് അപ്പൊ അത് നമുക്ക് ലേറ്റത്തെ പണി വരുമ്പോഴേ അവർ ഇത്ര മണിക്കൂർ അതിന്റെ റേറ്റ് പറയാം. അപ്പൊ നമുക്കൊരു സിലിണ്ടർ പോറിയാൻ ഇത്രയേ ഉള്ളൂ. പക്ഷെ ഇവർ ഇത്ര നേരം പണിയെടുത്തു അല്ലെങ്കിൽ ഇത്ര ദിവസം പണിയെടുത്തു. അപ്പൊ അവരത് കണക്കൂട്ടിട്ട് പറയാം. നമ്മൾ ലേബറായാലും ഇപ്പൊ നോർമൽ മേടിക്കുന്ന ലേബറിൽ നിന്ന് ഒരു കുറച്ച് പൈസ കൂടുതൽ മേടിക്കാൻ, ഇതിനു വേണ്ടി സമയം നമ്മൾ കൂടുതൽ സ്പെൻഡ് ചെയ്യണം. ഇങ്ങനെ എക്സ്ട്രാ വർക്ക് ആകുമ്പോൾ നോർമൽ മേടിക്കുന്ന ലേബറിന് വിട്ടിട്ട് ഒരു കുറച്ച് എമൗണ്ട് കൂടുതൽ മേടിക്കാറുണ്ട്. കസ്റ്റമർ പറയാറുണ്ട് കേട്ടോ. ഫസ്റ്റ് ടൈം തന്നെ പറയും. നമ്മൾ നോർമൽ വണ്ടി പണിയായപ്പോൾ ഒരു യമഹ ആണെന്നുണ്ടെങ്കിൽ ഒറിജിനൽ ഫിറ്റിംഗ് വണ്ടി കാലത്തിരുന്നാൽ പിറ്റേ ദിവസത്തേക്ക് കസ്റ്റമർ കൊടുക്കാം. അതായത് ഇപ്പോൾ പെയിന്റിങ് എല്ലാം കഴിഞ്ഞാൽ എല്ലാം കൊണ്ടുവന്നുണ്ട്. ഇപ്പോൾ ഇന്ന് മോർണിംഗ് ഇരുന്ന് കഴിഞ്ഞാൽ ഒരു ഈവനിങ് ആകുമ്പോഴേക്കും അത് ഏറെക്കുറെ തീർക്കാം. 2 ആൾ ഇരുന്ന് കഴിഞ്ഞാൽ ഏറെക്കുറെ തീർക്കാം. പിറ്റേ ദിവസം വേണമെങ്കിൽ കസ്റ്റമർക്ക് ഡെലിവറി ചെയ്യാം. പക്ഷെ ഇങ്ങനത്തെ വർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല, അത് സമയം എടുത്താൽ. അപ്പോൾ ഞാൻ വർക്ക്ഷോപ്പുള്ള കാരണം തന്നെ വർക്ക്ഷോപ്പിന് കുറച്ച് നേരത്തെ വരും. ഒരു 4 മണി വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതുമായി ചെയ്യാം ഒരു വൈകുന്നേരം വരെ. പിന്നെ ഈ വണ്ടി വർക്ക്ഷോപ്പിൽ ചെയ്യാതെ വെച്ചാൽ വർക്ക്ഷോപ്പിൽ സൗകര്യം കുറവാണ്. ഡെയിലി വന്ന് പോണ വർക്ക് അവിടെ ഉണ്ട്. അതിന്റെ ഡെയിലി നമുക്ക് ശരി പറ്റില്ല. അപ്പൊ പിന്നെ ആൾക്കാരും ഇങ്ങനത്തെ ഒരു സാധനം നമ്മളേ നമുക്കത് വിലപിടിപ്പുള്ള സാധനമാണല്ലോ. അവർക്ക് അതിന്റെ അറിയില്ല, അവർക്കൊരു ക്യൂരിയോസിറ്റി ആണ് ഇതെന്താ. അപ്പൊ നമ്മളെ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കാര്യമാണ്. അപ്പൊ അത് കാരണം മാറി പെയിന്റ് എല്ലാം സ്ക്രാച്ച് ആയിക്കെ തന്നെ. പിന്നെ അങ്ങനെ ബുദ്ധിമുട്ടിലാണ്. മാക്സിമം ഇങ്ങനത്തെ വർക്കുകൾ ഇവിടെ കൂടുതൽ ചെയ്യാറ്. ഞാൻ സ്പേസ് ഉണ്ടാക്കി വെച്ചേക്കാം വീട്ടിൽ തന്നെ, ഒരു ഭാഗം അതിന്റെ ഭാഗം ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഈ വണ്ടിയുടെ ഡീറ്റെയിലുകൾ. നമുക്ക് ഇനി ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞു തന്നെയായിരിക്കുന്നു. നമുക്കിനി വേറെ 2 വണ്ടി കൂടി ഉണ്ട്. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് ഇതിൽ ഞാൻ അധികം നീട്ടണില്ല, കാരണം പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് കുറേ ഉണ്ട് പറയാനായിട്ട്. ഞാൻ ഇങ്ങനെ നീട്ടണില്ല. ഞാൻ ആളുടെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഇതിൽ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളെ തന്നെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇനി 2 വണ്ടിയും കൂടി ഉണ്ട്, നമുക്ക് ഇനി അതിലേക്ക് പോകാം.